നമസ്തേ. ഈ തേർഡ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ടെസ്റ്റാണ്. ഒന്ന് പദ്യവിഹാർ, വേറൊരു ടെസ്റ്റ് കനപ്രിയ. ഈ 2 ടെസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പദ്യവിഹാർ. ഈ ടെസ്റ്റിൽ ദോഹ, കബീറിൻ്റെ ദോഹയാണ് പറയാൻ പോകുന്നത്. കബീർ കെ ദോഹെ. ഇതിനെക്കുറിച്ച് പറയുമ്പം ഫസ്റ്റ് നമുക്ക് ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഷോർട്ടായിട്ട് പറയാം. हिंदी साहित्य का इतिहास के बारे में करते समय विद्वानों ने हिंदी साहित्य के इतिहास को 4 कालों में विभाजित किया है. वो ये है: आदिकाल या वीरगाथाकाल, पूर्व मध्यकाल या भक्तिकाल, उत्तर मध्यकाल या रीतिकाल और आधुनिक काल. इस प्रकार 4 भागों में 4 कालों में विभाजित किया है. भक्ति काल के, इसमें भक्ति काल के बारे में करते समय भक्ति काल के 2 भागों में विभाजित किया है. वो है निर्गुण भक्ति शाखा और सगुण भक्ति शाखा. इसमें निर्गुण भक्ति शाखा के 2 भाग है: ज्ञानाश्रय शाखा और प्रेममार्गी शाखा. सगुण भक्ति शाखा के 2 भाग है: राम भक्ति शाखा और कृष्ण भक्ति शाखा. इसमें निर्गुण भक्ति शाखा के प्रमुख कवि है कबीरदास. सगुण भक्ति शाखा के प्रमुख, राम भक्ति शाखा के प्रमुख कवि है तुलसीदास और कृष्ण भक्ति शाखा के प्रमुख कवि है सूरदास. और निर्गुण भक्ति शाखा के 2 भाग है: ज्ञानाश्रय शाखा और ब्रह्ममार्गी शाखा. इसमें ज्ञानाश्रय शाखा के प्रमुख कवि है कबीरदास. कबीरदास के इस प्रकार करते समय कबीरदास हिंदी साहित्य में प्राचीन काल या भक्ति काल के निर्गुण भक्ति शाखा के प्रमुख कवि हैं. उनके जन्म के बारे में कहते समय ऐसा कहा जाता है, कई किंवदंतियाँ प्रचलित है जन्म के बारे में. कहा जाता है उनका जन्म एक ब्राह्मण विधवा के गर्भ से हुआ है. लोकलाज के कारण वो लहरतारा नामक किनारे के पास बच्चा को छोड़ दिया. वहाँ से नीरू और नीमा नामक जुलाहा दंपतियों ने लेकर उनका पालन पोषण किया. ऐसा कहता है. वो बच्चे को नाम दिया वो है कबीरदास, ऐसा कहा जाता है. कबीरदास को एक गुरु है, वो है रामानंद. शिष्य है वो धर्मदास है. और उनकी भाषा है सतुकड़ी. ये पंचमे खिचड़ी भाषा कहते हैं, क्योंकि वो 5 बोलियों का मिश्रण है, इसलिए खिचड़ी भाषा कहते हैं. और उनकी प्रमुख रचना है बीजक. इसके 3 भाग है. वो ये है साखी, सबद और रमैनी. ऐसा कहा जाता है कबीरदास अनपढ़ थे. साधु संगति और देशाटन से उन्होंने ज्ञान प्राप्त किया, ऐसा कहा जाता है. वे सच्चे समाज सुधारक थे. कबीर का ईश्वर निर्गुण है, वो निराकार है, ऐसा कहते हैं. കബീർദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ ഭക്തികാൽ, ഇതിൽ നിർഗുൺ ഭക്തി ശാഖ और സഗുൺ ഭക്തി ശാഖ. ഇതിൽ നിർഗുൺ ഭക്തി ശാഖയിലെ ജ്ഞാനാശ്രയ ശാഖ ഇതിൽപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് കബീർദാസ്. അദ്ദേഹത്തിൻ്റെ ജന്മത്തെ കുറിച്ചിട്ട് പല കേട്ടുകേൾവിയുണ്ട്. ഇതിൽ പറയുന്നത് അദ്ദേഹം വിധവയായിട്ടുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ മകനാണ്. എന്നാൽ അവർ ഈ കുട്ടിയെ കാശിക്കടുത്തുള്ള ലഹർത്താര എന്ന പേരുള്ളൊരു താലാബ് കിനാരെ ഒരു കുളത്തിൻ്റെ കരയിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്നും ഈ ജുലാഹ ദമ്പതികളായിട്ടുള്ള നീരു നീമ എന്ന പേരുള്ള ജുലാഹ ദമ്പതികൾ, നെയ്ത്തുകാർ, അവർക്ക് കുട്ടികളില്ലായിരുന്നു. അവർ ഈ കുട്ടിയെ എടുത്ത് വളർത്തി. അവർ ആണ് ഈ കുട്ടിക്ക് കബീർദാസ് എന്ന് പേരിട്ടത് എന്നാണ് പറയുന്നത്. പിന്നെ കബീർദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം
ഈ സന്യാസിമാരുടെ കൂട്ടുകെട്ടിലൂടെയും അതുപോലെ തന്നെ ദേശാടനത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം അറിവ് സമ്പാദിച്ചത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഗുരു രാമാനന്ദ് ആണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഒരു ശിഷ്യനുണ്ട്, ശിഷ്യൻ്റെ പേര് ധർമ്മദാസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ രചന എന്ന് പറയുന്നത് ബീജക്കാണ്. ഇതിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. സാഖി, സബദ और रमैनी. ഇതാണ് इദ്ദേഹത്തെ കുറിച്ചിട്ട് कबीरदास के बारे में हिंदी साहित्य के प्रमुख आलोचक महावीर प्रसाद द्विवेदी ने ऐसा कहा है. महावीर प्रसाद द्विवेदी ने नहीं, महावीर प्रसाद द्विवेदी अല്ല, हजारी प्रसाद द्विवेदी ने ऐसा कहा है. वो वाणी का डिक्टेटर है, വാക്കുകളുടെ സ്വേച്ഛാധിപതി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്രയാണ് കബീർദാസ്. കൂടാതെ കബീർദാസ് സമാജ് സുധാരകത്തെ നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയാണ് കബീർദാസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കബീർദാസിൻ്റെ ദോഹയാണ്. കബീർദാസിന് 5 ദോഹയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ദോഹയിൽ ഫസ്റ്റ് ദോഹ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. सदगुरु की महिमा अनंत, अनंत किया उपकार, लोचन अनंत उखाड़िया, अनंत दिखावन हार. सदगुरु की महिमा अनंत, अनंत किया उपकार, लोचन अनंत उखाड़िया, अनंत दिखावन हार. सदगुरु की महिमा अनंत, अनंत किया उपकार. ഇതിൻ്റെ വ്യാഖ്യ ഇങ്ങനെയാണ് പറയുന്നത്. सदगुरु की महिमा अनंत है, उन्होंने मुझ पर अनंत उपकार किया है. उन्होंने मेरे ज्ञान या अनंत लोचन खोल दिए और मुझे अनंत ईश्वर के दर्शन करा दिए. कबीरदास कहते हैं इसमें गुरु की महिमा है. गुरु की महिमा, ഗുരുവിൻ്റെ മഹത്വമാണ് ഈ ദോഹയിൽ കബീർദാസ് പറയുന്നത്. ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് കബീർദാസ് ഗുരുവിനെ കുറിച്ച് പറയാൻ ഗുരു ശിഷ്യന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അനന്ത് ഉപകാർ കിയേ ഹേ. അദ്ദേഹം കബീർദാസ് പറയുന്നത് മുझ് पर അനന്ത് ഉപകാർ കിയേ ഹേ, എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗുരു എൻ്റെ കണ്ണു തുറപ്പിച്ചു, എനിക്ക് അറിവ് നൽകി എൻ്റെ കണ്ണു തുറപ്പിച്ചു എന്നാണ് കബീർദാസ് പറയുന്നത്. അതിലൂടെ എനിക്ക് ഈശ്വരനെ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈശ്വരനെ കാണാൻ സഹായിച്ചത് ഗുരുവാണ് എന്നാണ് കബീർദാസ് പറയുന്നത്. ഇതിലൂടെ കബീർദാസ് പറയുന്നത് ഭക്ത് യാ ശിഷ്യക്ക് അജ്ഞത യാ അന്ധേപ്പൻ കോ ദൂർ കർണേ വാല ഹേ ഗുരു. ഗുരു എന്ന് പറയുന്നത് ഭക്തൻ അല്ലെങ്കിൽ ശിഷ്യൻ്റെ അജ്ഞത അല്ലെങ്കിൽ ഇരുട്ട്, അജ്ഞതയാകുന്ന ഇരുട്ട്, അതിനെ അകറ്റുന്നവനാണ് ഗുരു എന്നാണ് കബീർദാസ് പറയുന്നത്. कबीरदासന്റെ ഗ്രന്ഥത്തിൽ ഇതിലൂടെ इससे शिष्य उस परमात्मा को देख पाएंगे. उस परमात्मा मीन्स ഈശ്വർ. ഈ ഗുരു ഉപദേശിച്ചു കൊടുക്കുന്ന ഈ അറിവിലൂടെ ശിഷ്യന് പരമാത്മാവിനെ കാണാൻ സാധിച്ചു, ഈശ്വരനെ ദർശിക്കാൻ സാധിച്ചു, ഇരുട്ടിൽ നിന്നും അകന്ന് പ്രകാശത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നാണ് കബീർദാസ് പറയുന്നത്. परम ज्ञान प्राप्त करने को सक्षम बनाने वाला है गुरु. कबीरदास गुरु के बारे में ऐसे कहते हैं. ഇതിൽ ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കബീർദാസ് പറയുന്നത്. നെക്സ്റ്റ്, सात समुद्र की मसी करो लेखनी सब बनराई, सात सब धरती कागज करो प्रभु गुण लिखाना जाए. सात समुद्र की मसी करो लेखनी सब बनराई, सब धरती कागज करो प्रभु गुण लिखाना जाए. इसमें कबीरदास गुरु की महिमा के बारे में बताते हैं. कबीरदास कहते हैं सातों समुद्रों को स्याही बनाकर, सब जंगल को कलम बना, सब पृथ्वी को कागज बनाकर लिखने पर भी गुरु के गुण नहीं लिखा जा सकते, ऐसा कहते हैं. കബീർദാസ് പറയുന്നത് സാത്ത് സമുദ്രക്ക് മസി കരു, 7 സമുദ്രങ്ങളിലെ വെള്ളം മഷിയാണ് എന്ന് വിചാരിച്ച്, ലേഖനി സബൻറായി, ഈ ഭൂമിയിലുള്ള വൃക്ഷങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു പേന ഉണ്ടാക്കി, സബ് ധർത്തി കാഗത് കരു,
ഈ ഭൂമി മുഴുവനായിട്ടും ഒരു പേപ്പറാണ് എന്ന് വിചാരിച്ച് അതിൽ ഈ കബീർദാസ് പറയുന്നത് ഗുരുവിൻ്റെ മഹത്വം. അതിൽ കബീർദാസ് പറയാം, ഈ ഭൂമി മുഴുവനും പേപ്പറാണെന്ന് വിചാരിച്ച് ഈ സമുദ്രത്തിലെ 7 സമുദ്രങ്ങളിലെയും ജലം മഷിയാണെന്ന് കരുതി ഈ ഭൂമിയിലുള്ള മരങ്ങൾ ഉപയോഗിച്ച് ഒരു പേന ഉണ്ടാക്കി ആ പേനയിൽ ഈ 7 സമുദ്രങ്ങളിലെയും വെള്ളം മഷിയാക്കിയിട്ട് ആ പേന കൊണ്ട് ഈ പേപ്പറിൽ എഴുതിയാലും ഗുരുവിൻ്റെ മഹത്വം തീരുന്നില്ല, ഗുരുവിൻ്റെ മഹിമ വർണ്ണിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും ഒരുപാട് ഗുണങ്ങൾ ഗുരുവിനുണ്ട് എന്നാണ് കബീർദാസ് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ദോഹ. അടുത്തത് ജാക്കെ മുഹ് മാഥാ നഹി നാഹി രൂപ് കുരൂപ് പുഹുപ്പ് ബാസത്തെ പാത്തര ഐസാ തത്വ അനൂപ്. ജാക്കെ മുഹ് മാഥാ നഹി നാഹി രൂപ് കുരൂപ് പുഹുപ്പ് ബാസത്തെ പാത്തര ഐസാ തത്വ അനൂപ്. ഈ ദോഹയിൽ കബീർദാസ് നിർഗുൺ പരബ്രഹ്മ അതിനെക്കുറിച്ചാണ് പറയുന്നത്. कबीरदास के मत में, कबीरदास के राय में ईश्वर निर्गुण है, निराकार है ऐसा कहते हैं. കബീറിൻ്റെ അഭിപ്രായത്തിൽ, കബീർദാസിൻ്റെ അഭിപ്രായത്തിൽ ഗുരുവിൻ ഈശ്വർ എന്ന് പറയുന്നത് നിരാകാർ और നിർഗുൺ, ഒരു ഗുണമില്ലാത്തതും അതുപോലെ തന്നെ ഒരു ആകാരം രൂപമില്ലാത്തതുമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജിസ്കാ മുഹ് മാഥാ നഹി, ജിസ്കാ മുഹ് മാഥാ കുച്ച് നഹി है ना ही वो रूपवान या कुरूप है, बल्कि वो तो ऐसी अनुपम तत्व है जो पुष्प गंध से भी सूक्ष्मतम है. കബീർദാസ് നിർഗുൺ പരബ്രഹ്മ ഈശ്വരനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ജിസ്കാ മുഹ് മാഥാ കുച്ച് നഹി ഹെ. കബീറിൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരന് മുഖം അതുപോലെ നെറ്റി ഇങ്ങനെയൊന്നുമില്ല. നഹി രൂപവാൻ യാ കുരൂപ്, അദ്ദേഹം ഈശ്വരൻ, കബീറിൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രൂപമില്ല, സൗന്ദര്യമില്ല, എന്നാൽ കുരൂപ് എന്താ പറയുക, സൗന്ദര്യമില്ല, അതുപോലെ തന്നെ എന്നാൽ കുരൂപനുമല്ല, അങ്ങനെയാണ് കബീർദാസ് പറയുന്നത്. ബൽക്കി വോത്തോ ഐസ അനുപം തത്വഹേ, എന്നാൽ അത് കബീറിൻ്റെ ഈശ്വർ എന്ന് പറയുന്നത് വോ സർവ്വവ്യാപി ഹേ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആളാണ്, എല്ലാ ഭാഗത്തും ഈശ്വരനുണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് കബീർദാസ്. അങ്ങനെയുള്ള ഈശ്വരൻ വോ തോ ഐസ അനുപം തത്വഹേ, അങ്ങനെയുള്ള അനുപമമായ ഒരു തത്വം ഉണ്ട് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നു. അതിനെ കബീർദാസ് വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ജോ പുഷ്പഗന്ധ സേ ബി സൂക്ഷ്മതം ഹേ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. जो पुहुप बासते पातरा, पुहुप बास मीन्स पुष्पगंध, पुष्प पातरा मीन्स सूक्ष्म, പുഷ്പഗന്ധ, പുഷ്പ് ബാസ് എന്ന് പറയുന്ന പുഷ്പഗന്ധ് ആണ്, പൂവിൽ സ്മെല്ല്, പൂവിലുണ്ടാവുന്ന ഗന്ധം, പൂക്കളിലെ സുഗന്ധം അതുപോലെയാണ്, അതുപോലെ സൂക്ഷ്മമാണ് ഈശ്വരൻ്റെ മഹത്വം എന്നാണ് കബീർദാസ് പറയുന്നത്. കബീർദാസിൻ്റെ അഭിപ്രായത്തിൽ അത് പൂക്കളുടെ സുഗന്ധം എങ്ങനെയാണോ അത് നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല, നമുക്ക് കാണാൻ കഴിയില്ല, അത് നമുക്ക് അനുഭവിച്ചറിയാനേ സാധിക്കൂ. അതേപോലെ ഈശ്വരൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ, നമുക്ക് കാണാൻ സാധിക്കില്ല ഈശ്വരനെ. അതുപോലെയാണ് കബീർദാസ് പൂക്കളുടെ സുഗന്ധം എങ്ങനെയാണോ അതുപോലെയാണ് അത് കബീർദാസ് ഇവിടെ ഈശ്വരനെ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് കബീർദാസ് ഇങ്ങനെ പറയുന്നത്. ജിസ്കാ മുഹ് മാഥാ കുച്ച് നഹി ഹെ നഹി വോ രൂപവാൻ ഹെ യാ കുരൂപ് ഹെ, बल्कि वो तो ऐसा अनुपम तत्व है जो पुष्पगंध से भी सूक्ष्मतम है. नेक्स्ट, सुखिया सब संसार है खावे अरु सोवे, दुखिया दास कबीर है जागे अरु रोवे. सुखिया सब संसार है खावे अरु सोवे, दुखिया दास कबीर है जागे अरु रोवे. इसमें कबीरदास कहते हैं, वो कबीरदास स्वयं की तुलना संसार से करते हुए वो कहते हैं कि सारा संसार सुखी है, वो खाता है और सोता है, जबकि वे ही एक दुखी है जो जागते हैं और रोते हैं. ഇതിലെ കബീർദാസ് സ്വയം ലോകത്തോട്, മറ്റുള്ള ജനങ്ങളോട് കബീർദാസ് സ്വയം താരതമ്യം ചെയ്തുകൊണ്ട് പറയാണ്,
ലോകം മുഴുവനും സാരാ സംസാർ സുഖി ഹെ, ലോകം മുഴുവനും ആളുകൾ സുഖിച്ച് ജീവിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, അവർ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷേ ജബ്കി വേ ഹി ഏക് ദുഃഖി ഹെ ജോ ജാഗ്തേ ഹെ ഔർ റോത്തെ ഹെ, പക്ഷേ ഒരാൾ കബീർ ദുഃഖിച്ചിരിക്കുന്നു, കാരണം ദുഃഖിച്ചിരിക്കുകയാണ്, ഉണർന്നിരിക്കുന്നു, ഔർ റോത്തെ ഹെ ഉണർന്നിരുന്ന് കരയാണ് എന്നാണ് പറയുന്നത്. കബീർദാസ് എങ്ങനെയാണ് പറഞ്ഞത്? കബീർദാസ് कहते हैं वो सारे लोग अज्ञान रूपी अंधकार में सोए हुए हैं ऐसा कहते हैं. കബീർദാസിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ജനങ്ങൾ അജ്ഞാനമാകുന്ന അന്ധകാർ, ആ അന്ധകാരത്തിൽ അകപ്പെട്ട് ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അവർ ഈ ലോകത്തെക്കുറിച്ചൊന്നും ചുറ്റുപാട് നടക്കുന്ന അവരറിയുന്നില്ല, ലോകത്തെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് അവരറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. എന്നാൽ കബീർദാസ് ഇതെല്ലാം അറിയുന്നു, കാണുന്നു, ഉണർന്നിരിക്കുന്നത് കൊണ്ട് എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കബീർദാസ് ഉറങ്ങാതെ ഉണർന്നിരുന്ന് കരയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് 4ാമത്തെ ദോഹ. 5ാമത്തത് പ്രേം ന ബാടി ഉപജൈ प्रेम न हार्ट बिकाय राजा परजा जिही रुझे शीस देई लाई जाए. प्रेम न बाड़ी उपजे प्रेम न हार्ट बिकाय राजा परजा जिही रुझे शीस देई लाई जाए. प्रेम न बाड़ी मीन्स खेत और बाड़ी उपजे प्रेम न हार्ट बिकाय, हार्ट मीन्स मार्केट, बिकाय बिकना, विൽക്കുക. राजा परजा, परजा मीन्स प्रजा, जिही रुझे शीस देई लई जाए, शीस देई प्राणों को देकर. ऐसा इसका भावार्थ यह है प्रेम तो किसी खेत अथवा क्यारी में उगता है और न ही किसी बाजार में बिकता है. यह तो वो खजाना है जो यदि किसी के मन को भा गया तो भले ही वो व्यक्ति राजा हो या प्रजा, वो अपने प्राणों के मूल पर भी इसे प्राप्त करने को तत्पर रहता है. ऐसा कहते हैं. कबीरदास कहते हैं प्रेम न तो किसी खेत अथवा क्यारी में उगता है ना और न ही किसी बाजार में बिकता है. वो कबीरदास ഈ ദോഹയിൽ പ്രേം ലൗകിക या बौद्धिक चीज़ नहीं है ऐसा कहते हैं. പ്രേമത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ലൗകികമോ ഭൗതികമോ ആയിട്ടുള്ളൊരു വസ്തുവല്ല. അതുപോലെ തന്നെ അത് കിസി ഖേത്ത് അഥവാ ക്യാരിമേ ഉത്താനഹി, ഏതെങ്കിലും വയലിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വസ്തുവല്ല. അതേപോലെ തന്നെ കിസി ബാസാറിനെ വിത്താഹെ, അത് എവിടെ ഏതെങ്കിലും മാർക്കറ്റിൽ പണം കൊടുത്ത് വാങ്ങിക്കാനോ അതുപോലെ നമുക്ക് വിൽക്കാനോ സാധിക്കുന്നതല്ല. वो तो खजाना है यदि किसी के मन को भा गया तो मिले ही, वह व्यक्ति राजा हो या प्रजा. അത് ആ പ്രേമം എന്ന് പറയുന്നത് वो उसी प्रकार है, वो उसी प्रकार वो हमारे मन में अहंकार जैसे भाव तब तक हम प्रेम पा नहीं सकता है ऐसा कहते हैं. ऐसा भाव है तो कबीरदास इसमें कहते हैं हमारे मन में, നമ്മുടെ മനസ്സിൽ അഹങ്കാരം എന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അതിന് രാജാവായാലും പ്രജയായാലും ഈ പ്രേമം, സ്നേഹം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും, എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും സ്നേഹം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒരു അമൂല്യ വസ്തുവാണ്, ഒരു നിധിയാണ് എന്നാണ് കബീർദാസ് പറയുന്നത്. അതിനെന്ത് വില കൊടുത്തും നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കും, എല്ലാവരും അതിനെ ശ്രദ്ധിക്കും എന്നാണ് കബീർദാസ് പറയുന്നത്. കബീർദാസിൻ്റെ അഭിപ്രായത്തിൽ പ്രേം ലൗകിക് യാ ഭൗതിക് ചീസ് നഹി ഹെ, ഒരു ഭൗതികവും ലൗകികവുമായിട്ടുള്ളൊരു വസ്തുവല്ല. അതേപോലെ തന്നെ മാർക്കറ്റിൽ വിൽക്കാനോ വാങ്ങാനോ സാധിക്കുന്ന ഒരു വസ്തുവല്ല. അതുപോലെ ഏതെങ്കിലും വയലിൽ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്നൊരു വസ്തുവല്ല എന്നാണ് കബീർദാസ് പറയുന്നത്. അത് രാജാവായാലും പ്രജയായാലും എല്ലാവർക്കും ഒരുപോലെയാണ്. അത് അമൂല്യമായിട്ടുള്ളൊരു വസ്തുവാണ്. അതിനെ നേടിയെടുക്കാൻ നമ്മൾ കഠിന പ്രയത്നം ചെയ്യും എന്നാണ് കബീർദാസ് പറയുന്നത്. മനസ്സിൽ അഹങ്കാരം എന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്നേഹം അത് നമുക്കൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് കബീർദാസ് പറയുന്നത്. ഇത്രയാണ്
നമുക്ക് പഠിക്കാനുള്ള 5 ദോഹ. ഇത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം, നന്നായിട്ട് ഇതിൻ്റെ ഭാവാർത്ഥം പഠിക്കുക. ധന്യവാദം.